शिवशङ्कर सर्वशरण्य विभो भवसङ्कटनाशन पाहि शिव कविसन्तति सन्ततवुं തൊഴുമൻ ഭവനാടകമാടുമരുമ്പൊരുളേ ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവിസന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരുമ്പൊരുളേ പൊരുളെന്നുമുടമ്പോടു മക്കളുയിർത്തിരളെന്നുമിതൊക്കെയനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവിസന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരുമ്പൊരുളേ പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ട് ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കുമരും കുടിനീരടി തട്ടിയകത്തു നിറഞ്ഞിരിനി അടിതട്ടിയകത്തു നിറഞ്ഞിരിനി ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവിസന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരുമ്പൊരുളേ കളമുണ്ടു കറുത്തതു നീ കരളം കളമുണ്ടത് കൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കൊണ്ടലോടൊത്ത കടൽ കളവുണ്ടൊരു സീമ നിനക്കുനഹി അളവുണ്ടൊരു സീമ നിനക്കുനഹി ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവിസന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരുമ്പൊരുളേ കനിവെന്നിലിരുത്തിയനങ്കരസ കനി തട്ടിയെറിഞ്ഞു കരം കഴുകി കനിമൂത്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയേ കഴലേകുകനി കനകക്കൊടിയേ കഴലേകുകനി ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവിസന്തതി സന്തതവും തൊഴുമൻ ഭവ
ചന്ദ്രശേഖര ഭവൽപദങ്ങൾ ഹൃദി സന്തതം വിളയാടുവാൻ സങ്കടങ്ങളഖിലം പൊഴിഞ്ഞു ശിവശങ്കരന്റെ കൃപയേശുവാൻ ഗംഗയാറും ജടയിൽ ധരിച്ചു ശിവഗംഗയാക്കിയ മഹേശ്വരൻ തൻ കടാക്ഷരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം. തൻ കടാക്ഷരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം. ശംഭോ 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 ശംഭോ. ഭൂഷിതപദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിതമുരസ്ഥലം ഹരിണചർമ്മവും ഫണിഗണങ്ങളും. ആകഭൂഷിതപദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിതമുരസ്ഥലം ഹരിണചർമ്മവും ഫണിഗണങ്ങളും. വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപകം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപകം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നീലകണ്ഠതവ നീലകണ്ഠവും അതിൽ പുളഞ്ഞൊര ഹിമാലയും ഭൂതിശോഭ വഴിയും കരങ്ങളിൽ ഢമഢമാരവകടും തുടി. നീലകണ്ഠതവ നീലകണ്ഠവും അതിൽ പുളഞ്ഞൊര ഹിമാലയും ഭൂതിശോഭ വഴിയും കരങ്ങളിൽ ഢമഢമാരവകടും തുടി. ശൂലപാണേ ശംഭോ ശൂലപാണി മഹാത്രിശൂലമതു മൃഗവുമേന്തി ഗതിയേകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. സ്കന്ദമാർന്നു ഇടതൂർന്നു മുഗ്രവിഷ സർപ്പമേറി ഇഴയുന്നൊരാ ജടയുമുള്ളിൽ വിലസുന്ന ഗംഗയും അടിയനെന്നു മഴൽ പോക്കണം. സ്കന്ദമാർന്നു ഇടതൂർന്നു മുഗ്രവിഷ സർപ്പമേറി ഇഴയുന്നൊരാ ജടയുമുള്ളിൽ വിലസുന്ന ഗംഗയും അടിയനെന്നു മഴൽ പോക്കണം. യോഗനാസികയുമാർത്തരെ കരുതിയാർദ്രമായൊരിരുമിഴികളും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. യോഗനാസികയുമാർത്തരെ കരുതിയാർദ്രമായൊരിരുമിഴികളും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ.
ആകകുണ്ടലമണിഞ്ഞു രാമ തിരുനാമമേൽക്കുമിരു ശ്രോത്രവും ആലദേശമതിലേവു ഭൂതിയും അഗ്നിയായ തിരുനേത്രവും ആകകുണ്ടലമണിഞ്ഞു രാമ തിരുനാമമേൽക്കുമിരു ശ്രോത്രവും ആലദേശമതിലേ വിഭൂതിയും അഗ്നിയായ തിരുനേത്രവും അമ്പിളിക്കല സുശോഭ ചേർന്ന മമ തമ്പുരാന്റെ ശിരഭംഗിയും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ അമ്പിളിക്കല സുശോഭ ചേർന്ന മമ തമ്പുരാന്റെ ശിരഭംഗിയും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നമ ശിവായ ശംഭോ ശങ്കര ചന്ദ്രശേഖര പുരത്തപ്പ ശംഭോ 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 ചന്ദ്രശേഖര പുരത്തപ്പ ശരണം. गणपतिं मनसा स्मरामि महागणपतिं 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 वसिष्ठवामदेवातिवन्दित महागणपतिं मनसा स्मरामि महागणपतिं वसिष्ठवामदेवातिवन्दित महागणपतिं गणपतिं jam takita tam tatarikinda turam Mahadeva sutam Mahadeva sutam Guru Guganutam Marakoodi
നാടകാതിപ്രിയം മഹാകാവ്യനാടകാതിപ്രിയം മൂഷികവാഹനമോദകപ്രിയം മഹാകാവ്യനാടകാതിപ്രിയം മൂഷികവാഹനമോദകപ്രിയം പപ്പമഗമരി സരി ധനി സപമഗമ പാപനി സരി ഗമ മരി സരി ധനി പമ സനി പമഗമനി പമരി ഗമരി രി സ സാനി പമരി സ സമഗമ മഹാഗണപതിം മനസ സ്മരാമി മഹാഗണപതിം. ശിവഗിരിയിൽ ഞാനൊരു സമാധി ദിനത്തില് ഗുരുദേവന്റെ ഒരു മഹാസമാധി ദിനത്തിൽ ഒരു ദിവസത്തെ ഒരു ക്ലാസ് സ്വാമിയാണ് എന്നെ ആദ്യമായിട്ട് ശിവഗിരിയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെയാണ് ശിവഗിരിയിലെ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിച്ചത്. അതിന് സ്വാമിയുടെയൊക്കെ തീർത്താൽ തീരാത്ത നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ തന്ത്രിസ്വാമി എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ നെടുങ്കണ്ടത്തെ ക്ഷേത്രത്തിന്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുടെ വൈദിക കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സ്വാമിയാണ്. മാത്രമല്ല നല്ലൊരു ആചാര്യനാണ്. വൈദിക കർമ്മങ്ങളിൽ ഇന്നത്തെ ഒരുപാട് പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയുമാണ്. അപ്പൊ ഈ രണ്ട് ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കുറഞ്ഞൊരു സമയം നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഗുരുദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെ നന്നായിട്ട് പഠിക്കുക, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നന്നായിട്ട് അറിയുക, അറിഞ്ഞു ഗുരുവിനെ ആരാധിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായ നമ്മുടെ കടമ എന്ന് പറയുന്നത്. ആരാധന നമുക്കിപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ ആ ക്ഷേത്രത്തിലെ ഈശ്വരനെ, ആ തത്വത്തെ അറിഞ്ഞാരാധിക്കുക എന്ന് പറയുമ്പോഴാണ്. ഇപ്പൊ നമ്മളൊരു ആഹാരം കഴിക്കുമ്പോൾ, മുരിങ്ങേര കഴിക്കുമ്പോൾ എല്ലാവരും പറയും മുരിങ്ങേര കഴിച്ചാൽ കണ്ണിന് കാഴ്ച കിട്ടും, വൈറ്റമിൻ എ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് അറിഞ്ഞ് ആസ്വദിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് അതിനോടൊരു താല്പര്യവും അടുപ്പവും വർദ്ധിക്കത്തുള്ളൂ. അമ്പലത്തിലെ പൂജകളും ഇന്നിപ്പോ പൊങ്കാല ഇടാൻ വേണ്ടി പോയിരിക്കുന്നു. ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ വഴിസരി കൂടെ പോയി കല്ലും കൂട്ടി പിന്നെ ചൂട്ടും മടക്കലയൊക്കെ കത്തിച്ചു വെച്ച് എന്തിനാണ് ഈ പൊങ്കാല ഇടുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ തത്വം എന്താണെന്ന് അറിഞ്ഞ് ചെയ്യുന്നവർക്കാണ് അതിന് പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവത്തുള്ളൂ. അല്ലാത്ത ഒരു വീട്ടിൽ നമ്മൾ അടുക്കളയിൽ ഈ പൊങ്കാല ഇടുന്ന പോലെ പായസം വെക്കാറില്ലേ, അതും ഇതും തമ്മിൽ എന്നെ വ്യത്യാസം ഇരിക്കുന്നത്. അപ്പൊ ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിന്റെ പിറകിൽ നമ്മുടെ അറിവുണ്ടായിരിക്കണം. നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഗുരുവിനെ ആരാധിക്കുമ്പോഴും നമ്മൾ അതിന്റെ തത്വത്തെ മനസ്സിലാക്കി, ഗുരു ആരാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് ആ ഗുരുപൂജയ്ക്ക് അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതിനുള്ള ഒരു അവസരമാണ് ഇത്തരം ക്ലാസ്സുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം ഇന്നിവിടെ ഈ പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ വളരെയേറെ ചടങ്ങുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ട് പോലും ഇത്തരം ഒരു ആത്മീയ പ്രഭാഷണം, ഒരു പഠന ക്ലാസ് ഒക്കെ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് വല്ല ഗാനമേളയോ ഒരു മ്യൂക്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കലാപരിപാടി വെച്ച് അങ്ങ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനൊരു പരിപാടി കൂടി ഇതിന്റെ കൂടെ വെച്ചതിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഇത്തരം ക്ലാസ്സുകൾ? നമ്മൾ ഇപ്പൊ ഒരു ഉത്സവത്തിനൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ വിളിക്കും, എന്തിനാ? ആത്മീയ പ്രഭാഷണം എന്ന് പറഞ്ഞു സ്വാമിമാരൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വിചാരം ഈ പ്രഭാഷണം ഒന്ന് തീർന്നിട്ട് വേണം നമുക്ക് വല്ല നാടകമോ ഗാനമേളയൊക്കെ കാണാനായിട്ട്. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു ടെൻഷനിലാണ് ശ്രോതാക്കൾ ഇരിക്കുന്നത്. അപ്പൊ ഇത്തരം ആത്മീയ പഠനത്തിന്റെ ആവശ്യകത എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. അതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ജീവിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിക്കാൻ ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, നല്ല വിദ്യാഭ്യാസം വേണം, സമൂഹത്തിലൊരു നിലയും വിലയും അംഗീകാരവും ഒക്കെ വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല വീട്, നല്ല കുടുംബം, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ജീവിതമായി എന്നൊരു വിചാരം എല്ലാ ആളുകളെ സംബന്ധിച്ചുമുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ജീവിതമായോ? ഈ പറഞ്ഞ ജോലി, ജീവിതം, വരുമാനം, മക്കള്, കുടുംബം ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവിതമായി എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഏറ്റവും മിടുക്കനായ ഡോക്ടർ ഒരു ദിവസം രാവിലെ ആശുപത്രി വരുന്നില്ല. ആ ആശുപത്രിയിലെ ഏറ്റവും മിടുക്കനാണ്, പത്രത്തിൽ വന്ന വാർത്തയായത്. അപ്പൊ ഈ ഡോക്ടറെ തേടി രോഗികൾ വന്നു. അവസാനം ജീവനക്കാര് ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ വാതിൽ കൂട്ടിക്കിടക്കുന്നു. പോലീസിന്റെ സഹായത്തോടെ ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയപ്പോൾ ഡോക്ടർ കട്ടിലേൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരും, ഇത്രയും മിടുക്കനായ ഒരു ഡോക്ടർ, MBBS-ഉം MD-യും കഴിഞ്ഞ ഒരു ഡോക്ടർ, ഒരുപാട് രോഗികൾക്ക് അത്താണിയായ ഒരു ഡോക്ടർ, അയാൾക്ക് എന്തിന്റെ കുറവാണുള്ളത്? അയാൾക്ക് ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, അയാൾക്കൊരു ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്, ശമ്പളമുണ്ട്, ഒക്കെ ഉണ്ട്. നിലയിൽ നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അതിലേറെ സ്വന്തമായിട്ടുള്ള ഒരാള് എന്തായിരിക്കും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്നാണ് എല്ലാവരും ചോദിച്ചത്. ഒരു പേപ്പറിൽ ഒരൊറ്റ വരി എഴുതി അയാളുടെ കട്ടിലിന്റെ അടുക്കൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
അതിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരുന്നത്: തോറ്റുപോയി എല്ലാ അർത്ഥത്തിലും. ഒറ്റ സെന്റൻസേ ഉണ്ടായിരുന്നുള്ളൂ, തോറ്റുപോയി എല്ലാ അർത്ഥത്തിലും. MBBS-ഉം MD-യും വരെ റാങ്കോടുകൂടി ജയിച്ചു പാസ്സായ ഈ ഡോക്ടർ ഇപ്പൊ പറയുന്നു തോറ്റുപോയെന്ന്. ഏത് വിഷയത്തിലായിരിക്കും തോറ്റത്? അമ്മമാരെന്ന് പറഞ്ഞേ, ഏത് വിഷയത്തിലാണ് തോറ്റത്? ജീവിതമാകുന്ന വിഷയത്തിൽ തോറ്റുപോയി. നമ്മൾ ഓരോ ദിവസവും പത്രങ്ങൾ എടുത്താൽ ഇങ്ങനെ ജീവിതത്തിൽ തോറ്റുപോകുന്നവരുടെ എണ്ണം കാണപ്പെടുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. ജീവിതത്തിൽ തോറ്റുപോകുക. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരിക്കും, ഡിഗ്രിക്ക് റാങ്ക് ഉണ്ടായിരിക്കും, ഒക്കെ ശരി തന്നെ. പക്ഷെ ജീവിതത്തിൽ തോറ്റുപോകുന്നവർ ഒരുപാടുണ്ട്. എത്രയോ പേരെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായിട്ട് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് ഏതെങ്കിലും പരീക്ഷകളിലെ വിജയമല്ല. അത് സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് മാർക്കായിട്ട് കിട്ടും. പക്ഷേ ജീവിതമാകുന്ന പരീക്ഷ ജയിക്കണം. ആ ജീവിതമാകുന്ന പരീക്ഷ ജയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ശരിയായ, ഇപ്പൊ ഇവിടെ ഈ ഡോക്ടർക്കും നമുക്കും ഒക്കെ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാവും. എന്നെ ഈ കേൾക്കുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എല്ലാവർക്കും അവരവരുടേതായ തലത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ അതിനെ മറികടക്കുന്നു, അല്ലെ? ചിലപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതങ്ങ് തീർത്തേക്കാം, മതിയാക്കിയേക്കാം, അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ചെങ്കിലും നമ്മൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ 10ാം ക്ലാസ്സിലെ A+ന്റെ ബലത്തിലല്ല, നമ്മുടെ ഡിഗ്രിയുടെ റാങ്കിന്റെ ബലത്തിലല്ല. നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ്. ശരിയോ തെറ്റോ? പറ, ശരിയോ തെറ്റോ? അപ്പൊ ഈ ആത്മവിശ്വാസമാണ് ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ആത്മവിശ്വാസം ഉണ്ടാവുന്നത് ആത്മീയതയിലൂടെയാണ്. ആത്മീയതയിലൂടെ, ആത്മ എന്ന വാക്ക് ഇത് രണ്ടിലും ഉണ്ട്. അപ്പോൾ ശരിയായ ആത്മീയത നമുക്ക് ശരിയായ ആത്മവിശ്വാസത്തെ തരുന്നു. ശരിയായ ആത്മവിശ്വാസം നമുക്കൊരു ആത്മബലത്തെ തരുന്നു. ഈ ആത്മബലം കയ്യിലുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതു പ്രശ്നങ്ങളെയും നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോ ആത്മീയത പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോറൻ കലാപരിപാടിയൊന്നുമല്ല. അതിലൂടെ ജീവിതമാകുന്ന പരീക്ഷയെ തരണം ചെയ്യാൻ നമ്മൾ പഠിക്കുവാണ്. എന്റെ ചോദ്യം ഇതാണ്: മക്കളൊക്കെ ഇപ്പൊ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയിരിക്കുമല്ലേ? നമ്മൾ നമ്മുടെ മക്കൾക്ക് 10ാം ക്ലാസ്സിന്റെ സിലബസിന്റെ കൂട്ടത്തിൽ ഈ ആത്മീയത കൂടി കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ശരിയായ ആത്മീയത നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു ആത്മബലം അവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? ഇല്ല. പലപ്പോഴും ഞാൻ കാണുന്നത് അമ്മമാർക്ക് പറയും, കുട്ടികളോട് പറയും, നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുക, 4 അക്ഷരം വല്ല പള്ളിപ്പുറത്ത് പോയി പഠിക്കാൻ നോക്ക്, ഈ അമ്പലത്തിൽ പോയി അതും കേട്ട് ഇതും കേട്ട് നടന്നിട്ട് എന്നെ കിട്ടാനാണ് എന്നൊരു ചിന്തയിൽ പലരും കുട്ടികളെ അങ്ങനെ പറഞ്ഞേക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ വിചാരിക്കാറുണ്ട്, ഇവരൊക്കെ നാളെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ എത്തുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ അവർക്കൊരുള്ളിൽ ഒരു കരുത്ത് വേണം. എനിക്കിതിനെ തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള കരുത്ത്. ആ കരുത്താണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഈ കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നമ്മളെ സ്വയം കരുത്തരാക്കാൻ സഹായിക്കും. അങ്ങനെ കരുത്തരാക്കാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസമാണ് ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ഒരു ജീവിത പദ്ധതിയുണ്ട്. ഗുരു നമുക്ക് നൽകിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. എങ്ങനെ നന്നായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിത വിജയം നേടാം എന്ന് ഓരോ മനുഷ്യനെയും പഠിപ്പിച്ചു തന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ശിവഗിരി തീർത്ഥാടനം ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോ തീർത്ഥാടനമൊക്കെ വരുന്ന സന്ദർഭത്തില് അതിന്റെ അനുവാദം കൊടുക്കുന്ന സമയത്ത് ഗുരുദേവൻ പറയുന്നുണ്ട്, ശിവഗിരിയിൽ വരുന്ന ആളുകൾ വെറുതെ ചുറ്റി നടന്ന് കുറെ കുളിയും കുറെ പ്രാർത്ഥനയും അന്നദാനവും ഒക്കെ കഴിച്ച് വെറുതെ പോകുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആളുകൾ ചുമ്മാ വന്നിട്ട് പോയാൽ മതിയോ? ഗുരു പറയാണ്, വരുന്ന ആളുകൾ ചില കാര്യങ്ങൾ പഠിക്കണം. പഠിക്കാൻ വേണ്ട വിഷയങ്ങൾ ഗുരുദേവൻ കാണിച്ചു കൊടുത്തു. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ഇങ്ങനെയുള്ള ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ. ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ശിവഗിരി വരേണ്ടത്. കുളിച്ചു തൊഴാൻ വേണ്ടിയാണ് ആറ്റുകാലിലേക്കോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കോ ഈ നാട്ടിൽ വേറെ എന്തോരം അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയാൽ പോരെ. അപ്പൊ കുളിച്ചു തൊഴിൽ മാത്രമല്ല, അറിവിൽ സ്നാനം ചെയ്യണം. അറിവിലുള്ള ഒരു നീരാട്ട്, അതാണ് ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത്. അറിവിന്റെ ഉത്സവമാണ്, അറിവിന്റെ തീർത്ഥാടനമാണ്. അപ്പോ ഇങ്ങനെ അറിവ് നേടിക്കഴിഞ്ഞാൽ ഗുരു പറയണേ, അവിടെ വരുന്ന ആളുകൾ എന്ത് ചെയ്യണം? വരുന്നവരെല്ലാം ഈ ക്ലാസുകൾ കേൾക്കണം, കേട്ടതിനെ മനസ്സിലാക്കണം.
എന്നിട്ട് അവസാനം ഗുരു പറയുന്നുണ്ട്, അങ്ങനെ ജീവിത വിജയം നേടണം. അതാണ് തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം. അപ്പൊ നാട്ടിലുള്ള ഓരോരുത്തരെയും ജീവിതത്തിൽ വിജയിക്കാൻ പ്രാപ്തരാക്കുക എന്ന് പറഞ്ഞാൽ, നാളെ മുമ്പേ പറഞ്ഞ പത്തനംതിട്ടയിലെ ഡോക്ടർ പറഞ്ഞ പോലെ തോറ്റുപോയി എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ആ തോറ്റുപോകാതിരിക്കാൻ വേണ്ടിയാണ് ശിവഗിരി തീർത്ഥാടനം ഓരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവൻ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഗുരുവിനെ നന്നായിട്ട് പഠിക്കുമ്പോൾ, നന്നായിട്ട് അറിയുമ്പോൾ ഒരുപാട് പുതിയ അറിവുകൾ, തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഒരു വ്യക്തിയുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഡോക്ടർ അമർത്യ സെന്നിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പത്രത്തിലും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, നോബൽ പ്രൈസ് വിന്നറാണ്. ഈ അമർത്യ സെൻ മലയാളി അല്ല എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം എഴുതിയ സ്വാതന്ത്ര്യമാണ് വികസനം, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നൊരു ബുക്കുണ്ട്. കിട്ടുന്നതാണെങ്കിൽ ഒന്ന് വായിക്കണം കേട്ടോ. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് മനുഷ്യന്റെ സാംസ്കാരിക ജീവിത നിലവാര വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായാൽ മാത്രമേ ജീവിത നിലവാരം, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ, ഉച്ച സമയമാണ്, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് നമ്മുടെ ജീവിത നിലവാരം ഉയരണമെങ്കിൽ നല്ല പണം വേണം, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കണം എന്നാണ് സമൂഹത്തിൽ എല്ലാവരുടെയും ഒരു ധാരണ. ശരിയാണോ? ശരിയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, ഈ ആണ്ടിക്കോണം കരവാരം പ്രദേശത്തുള്ള ഏറ്റവും നല്ല ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു 2 കുടുംബങ്ങളെ നിങ്ങൾ മനസ്സിലൊന്ന് ഓർക്കൂ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു വീട് ഓർത്തേ, ഈ നാട്ടിലെ ഏറ്റവും നല്ല നിലവാരമുള്ള ഒരു വീട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഓർത്ത വീട് എന്തായിരിക്കും? ഞാൻ ചില ക്ലൂ തരാം. അത് മിക്കവാറും 2 നില കെട്ടിടമുള്ളവരായിരിക്കും, മക്കളൊക്കെ വലിയ ജോലി ചെയ്യുന്നവരായിരിക്കും, വലിയ കാറും വണ്ടിയൊക്കെ ഉള്ളവരായിരിക്കും, നല്ല പഠിപ്പുള്ളവരായിരിക്കും. ശരിയല്ലേ? നമ്മുടെ ഒരു വിചാരം വെച്ചാൽ നല്ല പണവും നല്ല വിദ്യാഭ്യാസവും ഉള്ളവരാണ് നല്ല നിലവാരത്തിൽ ജീവിക്കുന്നത് എന്നാണ്. ഇനി അമർത്യാസനിലേക്ക് വരാം. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യാസൻ പറയുകയാണ്, എന്നാൽ പണമാണ് ഉയർന്ന ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനമെന്നാണ് ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ ധാരണ എന്ന് പറയുന്നത്. എന്നാൽ കേരളം ഇക്കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു വികസന മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. കേരളം കാണിച്ചു തന്നിരിക്കുന്ന ഈ വികസന മാതൃകയെ കേരള മോഡൽ എന്ന് വിളിക്കാം. ആരാ പറയുന്നത്? അമർത്യാസൻ. കേരള മോഡൽ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുള്ള. അപ്പം അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ സംഭാവനയല്ല. അമർത്യാസൻ പറയാണ്, ഇത് കേരള മോഡലാണ് എന്ന് പറഞ്ഞാൽ, കേരള മോഡൽ എന്ന് പറയുന്ന വികസന മാതൃകയുടെ പ്രത്യേകത പണമില്ലെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു സമൂഹമാണ് മലയാളി സമൂഹം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൈയടിക്കാനൊന്നും തോന്നുന്നില്ല. ഇതെന്നാ മനുഷ്യൻ പറയുന്നത്? അയ്യേ, മലയാളിക്ക് മൊത്തത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മലയാളി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണോ? ഞാൻ പറഞ്ഞ മനസ്സിലാകത്തോണ്ടാണ്. ഏതാണ്? പണമില്ലെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരേ ഒരു സമൂഹമാണ് ആര്? നമ്മൾ മലയാളികൾ. അതാണ്. എന്റെ ഇടുക്കിയിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, കുളിച്ചില്ലെങ്കിലും ഉറക്കെ പറയണ്ട കേട്ടോ. ഞാൻ തോർത്തെന്നാ ഉദ്ദേശിച്ചത്, നിങ്ങൾ വേറെ വല്ല ഓർത്തെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ശരി, മലയാളിക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. മലയാളി എന്ന് പറയുന്നത്, എല്ലാവരും പണത്തിലാണ് അവന്റെ ജീവിത നിലവാരത്തെ അളക്കുന്നതെങ്കിൽ പണമില്ലാതെ എങ്ങനെ ജീവിച്ച് കാണിക്കാം? ഏതാ? നല്ല ഉയർന്ന സാംസ്കാരിക ബോധത്തോടു കൂടി എങ്ങനെ ജീവിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ചവരാണ് മലയാളികൾ. ഇത് പറഞ്ഞത് അമർത്യാസനാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് അമർത്യാസന്റെ ഈ ബുക്കിൽ പറയുന്നില്ല. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി, ഈ ഒരു ജീവിതാന്തസ് മലയാളിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കാൻ വേണ്ടി അമേരിക്കക്കാരനായ ബിൽ മക്കിബൻ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കേരളത്തിലെത്തി. ഏതാണ്ട് 5-10 കൊല്ലം ഇവിടെ താമസിച്ചു. നമ്മുടെ ഇടയിലാ ജീവിച്ചത്. എന്താ ഈ ഒരു പ്രത്യേകത? മറ്റൊരു രാജ്യത്തിന് നേടാനാവാത്ത ഈ മാതൃക മലയാളിക്ക് എങ്ങനെ ഉണ്ടായെന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ താമസിച്ച ബിൽ മക്കിബൻ ഡബിൾ ടേക്ക് എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കേരളീയ സമൂഹം ഇങ്ങനൊരു നവോത്ഥാനത്തിലേക്ക് ഉയർന്നതിന് പല കാരണങ്ങളുണ്ട്. ഇവിടുത്തെ നവോത്ഥാന നായകന്മാര്, ഇവിടെ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ഒരുപാട് തരം പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ
ഇതിനെ എല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു മുത്തുമാലയിൽ ഒരുപാട് മുത്തുകളുണ്ട്. ആ മുത്തുകളെ കോർക്കുന്ന ഒരു നൂല് വേണമല്ലോ. ഒരു നൂലിലാണ് ഈ മുത്തുകൾ കോർക്കപ്പെടുന്നത് പറയുന്ന പോലെ കേരളത്തിന്റെ കാലാവസ്ഥ, കേരളത്തിന്റെ സാംസ്കാരികത, അങ്ങനെയുള്ള എല്ലാത്തരം സവിശേഷതകളെയും ചേർത്ത് കെട്ടിക്കൊണ്ട് കേരളീയ സമൂഹത്തെ ഈ നിലവാരത്തിലേക്ക് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു അമേരിക്കക്കാരനായ ബിൽ മക്കിവൻ. കൈയടിക്കാൻ പഠിച്ചു. താങ്ക് യു. പറഞ്ഞു വന്നത് ശ്രീനാരായണ ഗുരുവാണ് മലയാളിയെ ആരാക്കി മാറ്റിയത്? ഈ നിലവാരത്തിലേക്ക്, നമ്മളെ ഓരോരുത്തരെയും ഇന്ന് കാണുന്ന ഈ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തിയത് ശ്രീനാരായണ ഗുരുവാണെന്ന് പറഞ്ഞ ഏതെങ്കിലും SNDP കാരനല്ല കേട്ടോ. അങ്ങനെയുള്ളവരാ പറഞ്ഞാൽ അവൻ അവന്റെ ഭക്തി കൊണ്ട് പറയുന്നതാണെന്ന്. അമേരിക്കക്കാരനായ ഒരാൾ ഇവിടെ വന്ന് താമസിച്ച് അയാൾ കണ്ടെത്തിയെടുത്തതാണ്. ഇനി അങ്ങനെ ഇതെങ്ങനെയാണ് ഗുരു എങ്ങനെയാണ് സാധിച്ചത്? അതും കൂടെ ഒന്ന് പഠിക്കണമല്ലോ. എങ്ങനെയാണ് ഗുരു ഇത് സാധിച്ചെടുത്തത്? അത് സാധിച്ചെടുത്ത ആ വഴികളെ കുറിച്ച് ഈ പുസ്തകത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ കേരള മോഡൽ വികസന മാതൃക ഉണ്ടായത് 1880 തൊട്ട് 1950 വരെയുള്ള കാലഘട്ടമാണ്. 1950 വരെയുള്ള 1880 തൊട്ട് 1950 വരെയാണ്. അപ്പോ ആ ഒരു പീരിയഡ് എന്ന് പറയുന്നത് എടുത്തു വെച്ച് പഠിച്ചപ്പോഴാണ് ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷമായ ചില പ്രവർത്തനങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. 1903 SNDP യോഗം എന്ന സ്ഥാപനം ഗുരുദേവൻ രജിസ്റ്റർ ചെയ്ത് നമുക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നത്. അത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഗുരു അവിടെ കുറെ ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ നാടിന്റെ നാനാ ഭാഗത്തേക്കും കടന്നു ചെല്ലണം. അവിടെയുള്ള ആളുകളോട് ചില വിഷയങ്ങളെ കുറിച്ച് പ്രസംഗിക്കണം. 1904, 1905 ഗുരു ചെയ്തതാണ്. ഓർക്കണം എത്ര കൊല്ലം മുമ്പാണെന്ന്. എന്നിട്ട് ഗുരു അവർക്കുള്ള വിഷയങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പൊക്കോ, എന്നിട്ട് എന്റെ സുവിശേഷം പ്രസരിപ്പിക്കണം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വത്തെ കുറിച്ച് ലോകമെമ്പാടും പാടി നടക്കണമെന്നല്ല ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവൻ പറഞ്ഞത് 4 വിഷയങ്ങളെ കുറിച്ച് ആളുകളോട് പറഞ്ഞു കൊടുക്കണം. 4 വിഷയങ്ങൾ. 1 മതം, 2 സദാചാരം, 3 വിദ്യാഭ്യാസം, 4 വ്യവസായം. ഈ 4 കാര്യങ്ങളെ കുറിച്ച് ആളുകൾ പഠിക്കട്ടെ, അവരത് കേട്ട് ജീവിക്കട്ടെ. അങ്ങനെ പുതിയൊരു സംസ്കാരത്തിലേക്ക് അവർ ഉയരട്ടെ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്നും ഇതിന് പ്രസക്തിയുണ്ട്. ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്ന, ജീവിതത്തിൽ ഒരു ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു മികച്ച ജീവിതാന്തസ്സിലേക്ക് ഉയരണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ 4 തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജീവിച്ചാൽ മതിയാകും. ഒരു മനുഷ്യന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഗുരു നൽകിയ 4 കൽപ്പനകൾ എന്ന് പറയാം. അതിൽ ആദ്യത്തേത് മതമാണ്. മതത്തെക്കുറിച്ച് ഗുരു എടുത്തു പറഞ്ഞു, മതത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരോടും പറയണം. എന്താ? സാത്വികമായ മതതത്വങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കണം. ഒരു മത സംസ്കാരം എല്ലാവർക്കും വേണം. ചിലരൊക്കെ പറയാറുണ്ട് മതം, പ്രത്യേകിച്ച് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഹിന്ദു മതത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു ചാപ്പ കുത്തും, ഇവൻ RSSകാരനാണ്, BJP കാരനാണെന്ന്. ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അവനവന്റെ സംസ്കാരത്തെ അറിയുക. ഒപ്പം ശ്രീനാരായണ ഗുരുദേവൻ 1924 അതായത് 102 വർഷങ്ങൾക്കപ്പുറത്ത് 102 വർഷം മുമ്പ് എല്ലാ മതക്കാരനെയും ഒരുമിച്ചിരുത്തിയ ഒരു സർവമത സമ്മേളനം നടത്തുകയുണ്ടായി. എവിടെ വെച്ച്? ആലുവയിലെ ആ അദ്വൈതാശ്രമത്തിൽ വെച്ച്, പെരിയാറിന്റെ തീരത്ത് വെച്ച്. ആ സമ്മേളനത്തിൽ ഗുരു വന്നവരോടെല്ലാം പറഞ്ഞത്, എല്ലാവരും എല്ലാ മതങ്ങളും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണം. അങ്ങനെ പഠിച്ച് എല്ലാത്തിന്റെയും സാരം ഒന്നാണെന്ന് ബോധ്യപ്പെടണം. മനസ്സിലായോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗുരു പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും പറയുന്നത് ഒക്കെ നല്ലത് തന്നെ, പക്ഷെ നമ്മുടേതാണ് ഏറ്റവും നല്ലത്. നമ്മുടേതിലേക്ക് വന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ചില ഭിത്തിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്, എന്നെ വിശ്വസിക്കൂ ആണെങ്കിൽ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞത്. നിങ്ങൾ എല്ലാത്തിനെ കുറിച്ചും പഠിച്ചോ? എങ്ങനെ പഠിക്കണം? സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണം. എന്നിട്ട് നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എല്ലാ മതങ്ങളെ കുറിച്ചും അറിയാനുള്ള ഒരു അറിവ്, അവബോധം, ഒപ്പം നമ്മുടേതായ മത സംസ്കാരത്തെ പഠിക്കാനും അറിയാനുമുള്ള നമ്മുടെ മതം നിങ്ങൾക്കറിയാം, സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരം, ഒരു ജീവിത ധർമ്മം,
ക്ഷേത്രം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മുടെ മതതത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആജീവനാന്തം സ്വാധീനം ചെലുത്തുന്ന ഒരു ബോധനം നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അത് നമ്മൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുത്ത് അവരെ നന്മയുടെ വഴിത്താരയിലേക്ക് കടത്തിവിടണം. അതിന് മതബോധനം അനിവാര്യമാണെന്ന് ഗുരു പറഞ്ഞു. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഗുരു പറഞ്ഞത് തത്വങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, തത്വങ്ങൾ നടപ്പിലാക്കണം. അതിനാണ് സദാചാരം എന്ന രണ്ടാമത്തെ കൽപ്പന ഗുരു കൊടുത്തത്. എല്ലാവരും നല്ല ആചാരങ്ങൾ പരിശീലിക്കണം. നല്ല ആചാരങ്ങൾ എപ്പോഴും ജീവിതത്തിന് ഒരു വലിയ പുതിയ വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നു. നല്ല ആചാരങ്ങൾ നോക്കൂ, നമ്മളിപ്പോ പണ്ട് കാലത്തൊക്കെ പല പല ആചാരങ്ങൾ നമ്മുടെ എല്ലാം വീടുകളിൽ ഉണ്ടായിരുന്നു അല്ലെ? രാവിലെ എഴുന്നേറ്റാൽ ആ കട്ടിലെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക ഒരാചാരമാണ്. വേണമെങ്കിൽ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ സ്ഥിത ഗൗരി മംഗളം കരദർശനം. അറിയാവുന്നവർ ചൊല്ലിയാൽ മതി, അറിയത്തില്ലാത്തവര് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ആ ഭൂമിയെ തൊട്ടൊന്ന് നമസ്കരിക്കുക. ഏതാ നമ്മുടെ അമ്മയാണ് ഈ ഭൂമി എന്ന് സങ്കല്പിക്കുമ്പോൾ തന്നെ ഇതിനോടും ഇവിടെ ജീവിക്കുന്ന എല്ലാത്തിനോടും ഒരു ബഹുമാനവും സ്നേഹവും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഓരോ ചടങ്ങുകളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സാത്വികമായ ഒരു ആചാര പദ്ധതി നമ്മുടെ ജീവിതത്തിന് എന്നും ഒരു പുതിയ വെളിച്ചമാണ്. അത് പണ്ട് കാലത്ത് പള്ളിക്കൂടങ്ങളിൽ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ പഠിപ്പിക്കുമായിരുന്നു. ഏതാ ഒരു സദാചാര സങ്കല്പം പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാനൊരു സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ്. ഇവിടെ അധ്യാപകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലെ? പണ്ടത്തെ സ്കൂളിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാവണം, പറഞ്ഞോ പാവമാം എന്നെ നീ. വർക്കലമാത്തൊന്നും ഇങ്ങനത്തെ പ്രാർത്ഥന ഇല്ലായിരുന്നോ? ഉണ്ടല്ലോ, പാവമാം എന്നെ നീ കാക്കുമാറാകണം. ഇനി പറയാണ് എന്നുള്ളിൽ ഇല്ലേ, ഇങ്ങനെ ഇല്ലേ, എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം. കണ്ടോ, ദൈവമേ എന്റെ ഉള്ളിൽ ഭക്തി തരണമേ എന്ന്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം, ഒരു ശരിയായ ഒരു ആത്മവിശ്വാസം, ദൈവവിശ്വാസം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം. നേർവഴിക്ക് എന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം, ദുഷ്ട സംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാവണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം. കണ്ടോ, ഒരു പ്രാർത്ഥനയാ. ഈ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെ നന്മകൾ വേണം. എനിക്ക് നല്ലത് സംസാരിക്കാൻ സാധിക്കണേ. എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്റെ ഭഗവാനെ എന്റെ വായി നല്ലതേ വരുത്താവുള്ളെന്ന്. നമ്മളിപ്പോ നല്ലതൊക്കെ പറയാറുണ്ട്, പക്ഷെ നന്നായി സംസാരിക്കുക, എല്ലാവർക്കും ഹിതകരമായ മിതം ച സാരം ച വചോഹി വാഗ്മിത, മിതമായും സാരമായും സംസാരിക്കുക. അപ്പൊ നല്ലത് സംസാരിക്കാൻ, നല്ല വാക്കോതുവാൻ, പിന്നെ സത്യം പറയുവാൻ, എന്റെ കൃത്യങ്ങൾ, എന്റെ കർമ്മങ്ങൾ എനിക്ക് ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ ഇത്തരം സദാചാരങ്ങൾ ജീവിതത്തിന് എന്നും പുതിയ ദിശാബോധത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ മതതത്വങ്ങൾ എന്ന് പറയുന്നത് കേവലം ചിന്തയിൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലേക്ക് വരുന്നതിനാണ് സദാചാരം എന്ന് പറയുന്നത്. മതം, സദാചാരം. മൂന്നാമത്തേത് വിദ്യാഭ്യാസം. എല്ലാ മനുഷ്യരും, ശ്രീനാരായണ ഗുരുദേവൻ പറയാണ്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ്. ഗുരുവിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു അത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് നന്നാവാൻ പറ്റുള്ളൂ. അമ്പലങ്ങളെക്കാൾ വലിപ്പത്തിൽ പള്ളിക്കൂടങ്ങൾ പണിയണം എന്ന് പറഞ്ഞ ഒരു ഗുരു ലോകത്ത് വേറെയില്ല. പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം. പത്തനംതിട്ടക്കാര് ഒരു അമ്പലത്തിന്റെ കല്ലിടാൻ വേണ്ടിയിട്ട് സ്വാമിനെ കൂട്ടിക്കൊണ്ടുപോയി. ഗുരുദേവനെ കൊണ്ട് പോവാണ്. അമ്പലത്തിന്റെ കല്ലേ, നിങ്ങളിപ്പോ ഇവിടെ അമ്പലത്തിന് തറക്കല്ലിട്ട സന്ദർഭം ഓർത്താൽ മതി. അങ്ങനെ ഈ കല്ല് ചെത്തി മെനുക്കി ഗുരുദേവന്റെ കയ്യിലേക്ക് സ്വാമി കല്ലിട്ടാലെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തപ്പോൾ ഗുരുദേവൻ ഈ കല്ലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇപ്പൊ അമ്പലമല്ല, ഇതൊരു പള്ളിക്കൂടമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിന്റെ തറക്കല്ലിന്റെ സ്ഥാനത്ത് പള്ളിക്കൂടത്തിന് വേണ്ടി കല്ലിട്ടിട്ട് പോയി. ആലോചിച്ച് നോക്കൂ, അന്നത്തെ ആ ആളുകൾ അത് ക്ഷമയോടെ കേട്ട് അവിടെ ഒരു സ്കൂള് പണിതു. ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന മെഴുവേലി പത്തനംതിട്ടയിലെ പത്മനാഭോദയം ഹയർ സെക്കൻഡറി സ്കൂൾ ഉയർന്നു വന്നത് അന്ന് അമ്പലത്തിന് വേണ്ടി വെച്ച കല്ല് ഈ പള്ളിക്കൂടത്തിൻ്റെതായി മാറിയത് കൊണ്ടാണ്. പിന്നീട് അവിടെ അമ്പലം ഉണ്ടായി, ഒരുപാട് സ്ഥാപനങ്ങൾ, BEd കോളേജ്, TTC, അങ്ങനെ എല്ലാം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലൂടെ ഒരു നാടിനും ഒരു ജനതയ്ക്കും ഉണ്ടാകുന്ന പരിവർത്തനം. അപ്പോൾ ജനങ്ങൾക്ക് അറിവുണ്ടാവാൻ, അവർക്ക് ഉയർച്ച ഉണ്ടാവാൻ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു?
തന്റെ ശിഷ്യന്മാരെ എല്ലാം നന്നായി പഠിപ്പിക്കാൻ തീരുമാനിച്ചു. മഹാകവി കുമാരനാശാനെയൊക്കെ കൂടെ നിർത്തി സംസ്കൃതവും വേദാന്തവും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം നേരെ ബാംഗ്ലൂരിലേക്കാണ് പറഞ്ഞു വിട്ടത്. ബാംഗ്ലൂരിൽ ഡോക്ടർ പൽപുവിന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് മദ്രാസിലും കൽക്കട്ടയിലും ഒക്കെ പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്ന ഈ കുമാരുവിനോട് ഗുരുദേവൻ പറഞ്ഞത്, ഇനി നിന്റെ കഴിവ് എഴുതാനാണല്ലോ, നീ കവിയാണല്ലോ, എഴുതാനാണ്, അതുകൊണ്ട് ശൃംഗാരം അധികമാകാതെ എഴുതിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാകവി കുമാരനാശാൻ മലയാളത്തിലെ പകരം വയ്ക്കാത്ത മഹാകവിയായിട്ട് വളർന്നു. ആശാന്റെ കവിതകൾ ഓർക്കുന്നില്ലേ? 2025-26 നിൽക്കുമ്പോൾ ആശാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് 100 കൊല്ലം കഴിഞ്ഞു എന്ന് ഓർക്കണം. പല്ലനയാറ്റിലെ റെഡീമർ ബോട്ടപകടത്തിലാണ് ആശാൻ മരിച്ചുപോയത്. അപ്പം ഒരു 100 കൊല്ലം കഴിയുമ്പോഴെങ്കിലും നമ്മൾ കുമാരൻ ആശാന്റെ കവിതകൾ ഓർമ്മിക്കാനും പഠിക്കാനും തയ്യാറാവണം. ആശാന്റെ കൃതികൾ ഓർക്കുന്നുണ്ടോ? ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ, ഓർത്തു നോക്കേ, പണ്ട് 5ാം ക്ലാസ് പഠിച്ച് ഓർക്കുന്നില്ലേ? പോവുന്നിതാ പറന്ന് അമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ. ഇതെല്ലാം ഇനിയോട്ട് ചന്തമേറിയ പൂവിലും ശബളാപമാം ശലഭത്തിലും എഴുതിയത് ആരാണ്? കുമാരനാശാന. സചേതനാചേതനം ഇപ്രപഞ്ചം എഴുതിയത് ആരാണ്? കുമാരനാശാനാണ്. നല്ല ഹൈമവത ഭൂവിൽ ഏറെയായി കൊല്ലം അങ്ങൊരു വിഭാതവേളയിൽ ഉല്ലസിച്ചു യുവയോഗി ഏകനായി ഉത്ഫുല്ല ബാല രവി പോലെ കാന്തിമാൻ എന്ന് ദിവാകരയോഗിയെ വർണ്ണിച്ച നളിനി കുമാരനാശാന്റേതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, വീണപൂവ്, ചണ്ടാലഭിക്ഷി, അങ്ങനെ എത്രയോ കൃതികൾ. അപ്പൊ ആശാന്റെ കൃതികൾ, അപ്പൊ ഒപ്പം ആശാൻ നൽകിയ പ്രാർത്ഥനകൾ, നമ്മളിപ്പോ മുമ്പ് ചൊല്ലിയ നാരായണമൂർത്തെ ഗുരു നാരായണമൂർത്തെ നമുക്ക് വേണ്ടി എഴുതി തന്ന ആരാണ്? ആ കുമാരനാശാനാണ്. അതുപോലെ നമിക്കുവിൻ സഹചരെ നിയതം ഈ ഗുരുപാദം, സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട് ഉൾപ്പെടെ എത്രയോ കൃതികൾ. അപ്പം ആശാനെ കുറിച്ച് പഠിക്കാനും സാധിക്കണം. ഒപ്പം ഗുരുദേവൻ കുമാരനാശാന് നൽകിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് മഹാകവി കുമാരനാശാനെ പകരം വയ്ക്കാനാവാത്ത നിലയിലേക്ക് ഉയർത്തിയത്. അപ്പൊ അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, ശരിയായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ ഗുരുനാഥൻ. അപ്പൊ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. നടരാജ ഗുരുവിനെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ഡോക്ടർ പൽപുവിന്റെ മകനല്ലേ നടരാജ ഗുരു. ആ നടരാജ ഗുരുവിന് 1928 കപ്പലെ കയറാൻ വേണ്ടി നടരാജ ഗുരു അനുവാദം ചോദിക്കാൻ വേണ്ടി വരുക, പഠിക്കാൻ വേണ്ടി പോവാ. അപ്പം നടരാജ ഗുരുവിന്റെ കയ്യിലേക്ക് ഒരു പൊതി എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോയി പഠിച്ചിട്ട് വരണം. ആ പൊതിക്കകത്ത് 1500 രൂപ ഉണ്ടായിരുന്നു. 1928 1500 രൂപയുണ്ടെങ്കിൽ ഈ വർക്കല പ്രദേശത്ത് ഒരു 2-3 ഏക്കർ സ്ഥലം മേടിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പൈസ സ്വന്തം ശിഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഗുരുദേവൻ എവിടെയാ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടത്? ഫ്രാൻസിലേക്കാണ് പറഞ്ഞയച്ചത്. ഇന്നാണല്ലോ നമ്മുടെ പിള്ളേർ UK, കാനഡ എന്ന് പറഞ്ഞു പോകുന്നത്. അന്നത്തെ കാലത്ത് ഫ്രാൻസിൽ വിട്ട് പാരീസിലെ സർബോൺ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കാൻ വേണ്ട അടിസ്ഥാന മൂലധനം ഗുരുദേവൻ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ പഠിക്കണം, വിദ്യാഭ്യാസം ചെയ്യണം. അപ്പോൾ മതം, സദാചാരം, വിദ്യാഭ്യാസം. അവിടെ നോക്കൂ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പൗരാണികമായ പാരമ്പര്യമായ വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് ലഭിച്ചിരിക്കണം. അതുകൊണ്ടാണ് മതബോധനം, സദാചാരം അവ ആദ്യം കൊടുത്തത്. മതം, സദാചാരം, വിദ്യാഭ്യാസം. 4ാമത് ഗുരു പറഞ്ഞത് വ്യവസായം ചെയ്യണം. സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വ്യവസായം വേണം. പണക്കാര് വേണ്ടേ? ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് ജോലി കിട്ടണമെങ്കിൽ മുതലാളിമാര് വേണം. മുതലാളിയും തൊഴിലാളിയും ഒരുപോലെ പ്രവർത്തിക്കണം. അങ്ങനെ വ്യാവസായികമായ ഒരു സംസ്കാരം വളർത്താൻ എന്തിനേറെ പറയുന്നു, മഹാകവി കുമാരനാശാനെ കൊണ്ട് പോലും ഒരു ഓട് കമ്പനി, യൂണിയൻ ടൈൽ ഫാക്ടറി എന്ന് പറഞ്ഞ കമ്പനി ഇട്ട് എഴുത്തുകാരനായ SNDP യോഗത്തിന്റെ സെക്രട്ടറി ആയ ആ കുമാരനാശാനെ വ്യവസായത്തിലേക്കും കൂടെ വഴിതിരിച്ചു വിട്ടു ശ്രീനാരായണ ഗുരുദേവൻ. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഒരു സമൂഹം വളരേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് 4 തരത്തിലുള്ള പുരോഗതിയാണ്, അല്ലെങ്കിൽ 4 തരത്തിലുള്ള മൂലധനമാണ്, ക്യാപിറ്റലുകളാണ്. 1 ആത്മീയമായ മൂലധനം, 2 സാംസ്കാരികമായ മൂലധനം, 3 വിദ്യാഭ്യാസപരമായ മൂലധനം, 4 സാമ്പത്തികമായ അഭിവൃദ്ധി. ഈ 4 തരത്തിലുമുള്ള അഭിവൃദ്ധി കേരളീയ സമൂഹത്തിലെമ്പാടും ഒരുപോലെ സംജാതമായപ്പോഴാണ് കേരളം ദ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് മാറിയത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് മാറിയത്.
അപ്പോ ആ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി ഒരു നാടിനെ എങ്ങനെ മാറ്റാമെന്ന് പഠിക്കുകയും ചിന്തിക്കുകയും അതിനു വേണ്ട ഒരു പ്രായോഗിക ജീവിത പദ്ധതി നമുക്ക് തരികയും ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇതാരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവർക്കും ശ്രീനാരായണ ഗുരു ആരാണ്? നമ്മുടെ നാട്ടിലുള്ള ശ്രീനാരായണ ഗുരുവോ? ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, സാമൂഹ്യ പരിഷ്കർത്താവ്, വിപ്ലവകാരി. ഇനി വേറെ ചെല്ലി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഫർണിച്ചർ വ്യാപാരിയെ കാണിച്ചാൽ അയാൾ എന്താ പറയുക? നല്ല ഒന്നാം തരം ഉരുപ്പടിയല്ലെന്ന്, നല്ല അസല് ഫർണിച്ചർ ഉണ്ടാക്കാൻ കൊള്ളാം. ഇനി ഒരു പരിസ്ഥിതിവാദിയെ കാണിച്ചാലോ അയാൾ പറയും ഈ പ്രകൃതിക്കൊരു സംരക്ഷണ കവചമാണ്. ഇനി ആ മരത്തിൽ ജീവിക്കുന്ന കിളികളോട് ചോദിച്ചാൽ അവര് പറയും ഇത് ഞങ്ങളുടെ വീടാണ്. കണ്ടോ, മരം ഒന്നേ ഉള്ളൂ. മരത്തെ ഓരോരുത്തരും കാണുന്നത് എങ്ങനെയാണോ അങ്ങനെ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ മരം എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമല്ല, ഇതിന്റെ ആകെ കൂടിയ ഒരു തുകയാണ് മരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കർത്താവ്, വിപ്ലവകാരി, കവി, തത്വചിന്തകൻ, SNDP-ക്കാരുടെ ഗുരു, മഞ്ഞക്കൊടി പിടിക്കുന്നവരുടെ നേതാവ്, ഇങ്ങനെയൊക്കെ പല 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 വിശേഷങ്ങളുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഗുരു എന്നാൽ വെളിച്ചം എന്നാണ് അർത്ഥം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അറിവില്ലായ്മയുടെ ഇരുട്ടിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഗുരുവിനെ അറിയുന്നതിലൂടെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നു. ആ വെളിച്ചമാണ് ദൈവം എന്ന് പറയുന്നത്. ആ വെളിച്ചത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഗുരുവിലൂടെ നമ്മൾ വെളിച്ചത്തിൽ എത്തിച്ചേരും. ആ വെളിച്ചമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇവിടെ ഗുരു ദൈവം എന്ന വാക്കിന് പകരം കൊടുത്തത് അറിവ് എന്ന വാക്കാണ്. അറിവാണ് ഈശ്വരൻ. ഗുരുവിന്റെ ആ ഗദ്യപ്രാർത്ഥന വീട്ടിൽ വായിക്കാറുണ്ടോ? നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് അറിവെന്ന് പറയുന്നത്. പ്രകാശമാണ്. ആ പ്രകാശം അറിവിലൂടെയാണ്. ആ അറിവ് ഗുരു എന്ന് പറയുന്നത് അറിവാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഇന്നത്തെ അഭ്യർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഈ ഗുരുവിനെ എങ്ങനെയൊക്കെ അറിയാൻ ശ്രമിക്കാം. നമുക്ക് ഈ ഗുരു നിങ്ങൾ അറിഞ്ഞിട്ട് തീരുമാനിച്ചോ? അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് നിങ്ങൾ വിട്ടോ. പക്ഷെ അറിയണം. അറിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ അറിയാനുള്ള വഴി എന്ന് പറയുന്നത് ഒന്ന്, ഗുരുവിന്റെ ജീവചരിത്രം പഠിക്കുക എന്നുള്ളതാണ് ആദ്യ വഴി. അവിടുന്ന് ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരു ചരിത്രം തൊട്ട് ഗുരുവിന്റെ ഒരു നാൾ വഴികൾ പഠിക്കാൻ ജീവചരിത്രങ്ങൾ സഹായിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ജീവചരിത്രം മേടിച്ചു വായിക്കുക. ഒന്നോ രണ്ടോ ജീവചരിത്രം വായിക്കാം. രണ്ടാമത്തത്, ഗുരു തന്നെ എഴുതിയ കൃതികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഗുരു തന്നെ എഴുതിയ കൃതികൾ. ഗുരുവിന്റെ കൃതികൾ വായിക്കാറുണ്ടോ? വായിക്കുന്നുണ്ടോ ഗുരുവിന്റെ കൃതികൾ? എത്ര മനോഹരങ്ങളായ കൃതികൾ! ഈ ഗുരുവിന്റെ കൃതികൾക്കുള്ള പ്രത്യേകത എന്നറിയാമോ? ഗുരുവിന്റെ കൃതികൾ എന്ന് പറയുന്നത് ഗുരു അനുഭവിച്ചത്, ഗുരു സാക്ഷാത്കരിച്ചത്, അതാണ് ഗുരുവിന്റെ കൃതികൾ എന്ന് പറയുന്നത്. ഗുരുദേവൻ സ്തോത്ര കൃതികളായിട്ട് ഒരുപാട് ദേവതകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഒരുപാട് ദേവതകളെ പ്രാർത്ഥിക്കുന്ന ആളുകളാണല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദേവതകളെ കുറിച്ച് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഗുരു അത് എഴുതിയത് കേവലം ഒരു ഭക്തിയുടെ അളവ് വെച്ചിട്ടല്ല, ഗുരുവിന്റെ അനുഭവത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ അളവ് വെച്ചിട്ടാണ്. ഒരു ഉദാഹരണം പറയാമേ. വാരണപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗുരുദേവൻ പഠിക്കാൻ വേണ്ടി ഉപരിപഠനത്തിനായിട്ട് പോയത്. അവിടെ പഠിക്കുമ്പോൾ ഒരു ദിവസം കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ എന്ന് പറഞ്ഞ ആളാണ് ഗുരു. അദ്ദേഹത്തെ ഗുരുവിന്റെ അധ്യാപകൻ. ആ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ കുട്ടി നാണു എന്ന് പറയുന്ന നാരായണ ഗുരുസ്വാമി ഈ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അപ്പൊ നോക്കൂ, ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ഓടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാരും ടെൻഷൻ അടിക്കും. അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കാണും. നമ്മൾ ചോദിക്കും എന്നെ പറ്റി, എന്തിനാ ഓടുന്നത് ചോദിക്കുമല്ലോ. ഈ കുട്ടി ഇങ്ങനെ ഓടി ഓടി ഒരു കുളക്കരയിൽ ബോധം കെട്ട് വീഴുന്നു. ആശാൻ പെട്ടെന്ന് കുറെ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്നു. കുട്ടി കണ്ണു തുറക്കുന്നു. അപ്പോൾ ആശാൻ ചോദിക്കുന്നു, മോനെ നീ എന്ത് കണ്ടിട്ടാ ഓടിയത്? എന്തിനാ ഇങ്ങനെ ഓടിയത് ചോദിക്കൂലേ? അങ്ങനെ ചോദിച്ചപ്പോൾ ഈ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു കൊടുത്തൊരു മറുപടിയുണ്ട്. ഗുരു കൊടുത്ത മറുപടി അതിങ്ങനെയാണ്: ഭൂയോ വൃത്തി നിവൃത്തയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ
മായാ മൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. അപ്പൊ ആശാൻ ചോദിച്ചു, മോനെ ഇത് നന്നായിട്ടങ്ങ് മനസ്സിലായില്ലല്ലോ, നീ എന്നെ ഉദ്ദേശിച്ചേ? അപ്പൊ ഗുരു പറയണ, ആശാനെ ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ക്ലാസിന്റെ പുറത്ത് വന്ന് വിളിക്കാന്നേ, ഉണ്ണിക്കണ്ണന്റെ കൂടെ കളിക്കാൻ വേണ്ടി പോയതല്ലെന്ന്. ഉണ്ണിക്കണ്ണനെ കണ്ട അനുഭവത്തെയാണ് ഗുരു ശ്രീകൃഷ്ണ ദർശനം എന്ന പേരിൽ ഒരു മുക്തക രൂപത്തിൽ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്തത്. കേട്ടിട്ടുണ്ടോ? ഭൂയോ വൃത്തി നിവൃത്തയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി. ഈ കവിത ഇത് കഴിഞ്ഞപ്പോൾ ആശാൻ ചോദിച്ചു, കുഞ്ഞെ അതൊന്നോടെ തെളിച്ചു പറയാമോ? ഏതാ ആ ശ്രീകൃഷ്ണനെ കണ്ടത് എങ്ങനെയാണെന്ന് ഒന്നോടൊന്ന് വ്യക്തമാക്കി തരാമോ? അപ്പോ ഗുരു വ്യക്തമാക്കി ഒരു കവിത കൂടി പറഞ്ഞു കൊടുത്തു. അതാണ് നിങ്ങൾക്ക് ഒരു പക്ഷെ അതറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഏതാണ്? ശ്രീവാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദഗി ഭയ നിവാരണ ചക്രപാണേ ശ്രീവത്സ വത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയം മേ ഗോവിന്ദ ഗോപസുത ഗോ ഗണപാലോല. കേട്ടിട്ടുണ്ടോന്നേ? കേട്ടിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ നോക്കൂ, അപ്പോ ഗുരു കണ്ട കൃഷ്ണനെ, ഗുരു അനുഭവിച്ച കൃഷ്ണനെ അങ്ങനെ തന്നെ അക്ഷര രൂപത്തിൽ തന്നിരിക്കുന്നു. വാസുദേവാഷ്ടകം. അപ്പൊ ആശാൻ പറഞ്ഞു, ഏതാ ഇത് പുസ്തകത്തിൽ എഴുതി വെക്കൂ, ഇനി വരുന്ന കുട്ടികൾ ഇത് പഠിക്കട്ടെ. ഈ കവിതയുണ്ടല്ലോ, ഏതാ ഈ ശ്രീകൃഷ്ണ ദർശനം ശ്രീ വാസുദേവാഷ്ടകം. ഇത് ശ്രീ മഹാഭാഗവതത്തിന്റെ സംഗ്രഹമാണ്. ഇത് പഠിക്കൂ എന്ന് പഠിപ്പിച്ചയാളാ പറയുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഗുരു കൃഷ്ണനെ കണ്ടിട്ട് എഴുതാണ്. പക്ഷെ നമുക്കത് അറിയത്തില്ല. നമുക്കിപ്പോഴും അറിയാവുന്ന ഏതാണ്? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല. ഇനി അതാണ് വ്യത്യാസം. അത് പൂന്താനം നമ്പൂതിരി എഴുതിയൊരു പാട്ടാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൂന്താനം എഴുതിയത് ഭക്തിയിൽ നിന്നാണെങ്കിൽ ഗുരു എഴുതിയത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അത് കണ്ടവരോട് ചോദിക്കണമോ കേട്ടവരോട് ചോദിക്കണമോ? പറയും. അതാണ്. അപ്പൊ ഗുരുവിന്റെ കൃതികൾ ഗുരു അനുഭവിച്ച് കണ്ട് അറിഞ്ഞ്. ഇപ്പം ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന്. കേട്ടില്ലേ? ജനനി നവരത്ന മഞ്ജരി. ശിവഗിരി വരുമ്പോഴേ ആ വൈദിക മഠത്തിന്റെ സമീപത്തുനിന്ന് ഗുരു ഇങ്ങനെ കുളിക്കുവാണ്. കുളിച്ച് ദേഹം തോർത്തിരിക്കുന്ന സമയത്ത് മുമ്പിൽ വെള്ള ശ്വേത പത്മാസനത്തിൽ ശ്വേതാംബരധാരിയായി ഒരമ്മ നിൽക്കുന്നു. ആ അമ്മയെ കണ്ടപ്പോ ഗുരു അറിയാതെ പാടുകയാണ്. അത് അപ്പൊ തന്നെ ശിഷ്യന്മാർ എഴുതി വെച്ചു. ഗുരു ഒരു കവിതയും എന്നാ പിന്നെ ഒരു പാട്ട് എഴുതിയേക്കാന്നും പറഞ്ഞ് എഴുതിയിട്ടില്ല. ഗുരു എഴുതിയത് തന്റെ അനുഭവത്തെയാണ്. അപ്പൊ അങ്ങനെ ശാരദ എന്ന അമ്മയെ കണ്ട് ഗുരു എഴുതിയ കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ഒന്ന് ചൊല്ലു നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ വരുന്നൊരു മാറ്റം എത്ര അത്ഭുതകരമാണെന്ന് അറിയാമോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഗുരുവിന്റെ കൃതികളുടെ ആ തുടക്കം സ്തോത്ര കൃതികളാവാം, ദാർശനിക കൃതികളാവാം, ഉദ്ബോധനാത്മക കൃതികളാവാം. ഇതൊക്കെ വായിക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതെങ്കിലും അനുസരിക്കാൻ സാധിക്കുമോ? അടുത്ത വർഷം 13ാമത്തെ, ഇത് 12 13ാമത്തെ പ്രതിഷ്ഠാ ദിനം വരുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം. ഗുരുദേവൻ തന്ന ആ 65 കൃതികളും പഠിക്കട്ടെ. ഒന്ന് വായിച്ചു പോയാൽ മതി, ഒന്ന് വായിച്ചു പോയാൽ മതി. ഞാൻ ഉറപ്പു തരുന്നു, നമ്മുടെ ജീവിതത്തിൽ അപാരമായ മാറ്റങ്ങളുണ്ടാവും. കാരണം ആ കൃതികൾ ഗുരു തന്നെയാണ്. ഗുരു പറയുന്നു, നാം ശരീരമല്ല, ഈ കൃതികളാണ് ഗുരു. അപ്പൊ അത് പഠിക്കണം. 3ാമത്തെ വഴി എന്ന് പറയുന്നത് ഗുരു സഞ്ചരിച്ച ഇടങ്ങളിലൂടെ പോവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ വർക്കല, ഈ തിരുവനന്തപുരക്കാരെ സംബന്ധിച്ച് ഗുരു പോയ ഇടങ്ങളാണ് ഇതെല്ലാം. ഈ മണ്ണ് ഗുരുവിന്റെ പാദം സ്പർശം കൊണ്ട് ധന്യമായ മണ്ണാണ്. ആ മണ്ണിന്റെ പ്രത്യേകത എന്താണ്? യസ്യ നഹ കൽപ്പതേ സിദ്ധ്യൈ പാദാംബുജരജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ. ആ പാദരേണുക്കൾ പോലും നമുക്ക് നേട്ടത്തെ തരുന്ന പറയാ. അപ്പോ ആ പവിത്രമായ മണ്ണിൽ കൂടെ സഞ്ചരിക്കുക. മരുത്വ മലയിലും കൊടിതൂക്കി മലയിലും അരുവിപ്പുറത്തും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും കോവളം കുന്നുംപാറയിലും കുദ്രോളിയിലെ ഗോകർണനാഥ ക്ഷേത്രത്തിലും ഒക്കെ ആണ്ടിലൊരിക്കലെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ പോയ സ്ഥലങ്ങളിൽ കൂടെ ഒന്ന് പോയാൽ തന്നെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ അറിയാൻ പറ്റും, പഠിക്കാൻ പറ്റും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഗുരുവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചോ.
പ്രാർത്ഥിക്കണോ, ആരാധിക്കണോ, പൂജിക്കണോ, അതോ ഇനി പഠിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഗുരു നമ്മുടെ ഉള്ളിലേക്ക് അറിവിന്റെ പ്രകാശത്തെ പ്രദാനം ചെയ്യും. ആ അറിവിന്റെ പ്രകാശത്തിൽ എല്ലാ ദുരിതങ്ങളും, എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ ദുഃഖങ്ങളും വേരോടെ ഇല്ലാതാവുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു നവലോകം കെട്ടിപ്പടുക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത്. ആ ഗുരു നൽകിയ ദാനമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. ആ ഗുരു നൽകിയ ദാനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഈ ചരിത്രം മറന്നുപോയത് കൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഗുരുവിനെ അങ്ങനെ തന്നെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെ, സമയം ഏതാണ്ട് 1:30 മണി സമയമായി. ഞാൻ ഇനിയും നീട്ടുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട്. തൽക്കാലം ഞാൻ ഈ ക്ലാസ്സിനെ ഉപസംഹരിക്കുകയാണ്. ഇന്നങ്ങ് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. തുടങ്ങി വെച്ചിട്ട് പോലും ഇല്ലാന്ന് വേണേൽ പറയാം. ജസ്റ്റ് വണ്ടിയിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിന് ഗുരു നമുക്ക് അവസരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാൻ തോന്നാത്ത ഒരു പഠന ക്ലാസ് ഞാൻ പറയാൻ കാരണം അറിയോ? അതിന്റെ കാരണം വേറൊന്നുമില്ല, നിങ്ങൾ ആരും ഈ ഏതാണ്ട് ഈ 3/4 മണിക്കൂർ 1 മണിക്കൂർ ആകാറായിട്ടും വായിക്കോട്ടെ വിട്ടില്ല. അതാ എന്റെ കാര്യം. ചിലടത്തൊക്കെ ഇവിടെ വന്ന് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞുള്ള വിളി തുടങ്ങും. ഈ വിളി കണ്ടാൽ നമുക്ക് ഇവിടെ മനസ്സമാധാനം ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ 1:30 മണിക്കും നിങ്ങൾ ഈ ഷുഗറും പ്രഷറും പ്രമേഹവും ഒക്കെ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ കണ്ണു തുറന്ന് ഇരിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അത് വലിയ ഗുരുവിന്റെ കാരണമാണ് കേട്ടോ. ഇല്ലേ, പണ്ടേ എഴുന്നേറ്റ് പോയേനെ, മടുത്ത അവശതയായി പോയേനെ. ആരും എഴുന്നേറ്റ് പോയിട്ടില്ല, എവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വലിയ ഗുരുഭക്തിയാണ്, അചഞ്ചലമായ ഭക്തി. ഒപ്പം ആ ഭക്തിയും വിശ്വാസവും എന്നും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഞാനിവിടെ ഏറെ അത്ഭുതത്തോടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ പ്രണവിനെയൊക്കെ ഞാൻ കാണുന്നത്. നോക്കൂ, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ എയർലൈൻസിന്റെ ഒരു പൈലറ്റ് ആവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അത്രയും വലിയൊരു ഉന്നത ഉദ്യോഗസ്ഥനായി ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുമ്പം എനിക്കറിയത്തില്ല, ഈ ജോലി അറിയത്തില്ലല്ലോ, ഒരു ഉച്ച സമയത്താണ്, ഉറക്കം വിട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിച്ചോ എന്ന് പറഞ്ഞു. ഇല്ല, ഇന്നലെ രാത്രി താമസിച്ചാണ് വന്നത്. അപ്പൊ ഞാൻ എന്നെ പരിപാടി എന്നാ പൈലറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളും, അത് ഈ ചെറുപ്പക്കാരൻ ഗുരുവിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നു, ഗുരുവിനെ ഇത്രമാത്രം ഉപാസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇവരൊക്കെ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ മാതൃകയാണ് കേട്ടോ. ഈ പ്രണവൊക്കെ എന്ന് പറയുന്നത് പുതിയ ചെറുപ്പക്കാർക്ക് ഒരു നല്ല മാതൃകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻസിയെ സംബന്ധിച്ച് ഗുരു, ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ അതൊക്കെ ചുമ്മാ തന്ത വൈബെന്ന് അവർ പറഞ്ഞു കളയും. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കളയും. പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരെ. അതേസമയം ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികളൊക്കെ ആണെങ്കിൽ അവര് ചെറുപ്പം മുതലേ അവരുടെ മക്കളെ ഈ സംസ്കാരം പഠിപ്പിച്ചു വളർത്തും. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ മക്കളും മുസ്ലിങ്ങളുടെ മക്കളും ഒക്കെ എത്ര വലുതായാലും, ഏത് കോളേജിൽ പോയാലും, ഏത് ഡിഗ്രി എടുത്താലും അവർക്ക് അവരുടെ വിശ്വാസം, അവരുടെ മതം, അവരുടെ സംസ്കാരം അത് അവർ പരിപാലിച്ചുകൊണ്ട് പോവുക തന്നെ ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഇത് പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്തോ പഴഞ്ചൻ വയസ്സായ ആളുകളുടെ എന്തോ ഏർപ്പാടാണെന്ന് അവർ വിചാരിച്ചു കളയും. നോക്കൂ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ ചെറുപ്പക്കാരനൊക്കെ കാണിക്കുന്ന ഈ നല്ല മാതൃക ഒരുപാട് പേർക്കൊരു പുതിയ ദിശാബോധത്തെ പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ചെറുപ്പക്കാരെ ഗുരുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഗുരു അവർക്ക് നേർവഴി കാണിക്കും. കാരണം ഗുരു കൂടെ ഉണ്ടെങ്കിൽ വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേൽ അമൃതമയം. വിളക്ക് കയ്യിലുണ്ടെങ്കിൽ ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വിളക്കാണ് ഗുരു എന്ന് പറയുന്നത്. ആ വിളക്കിനെ കയ്യിൽ ഏന്താനുള്ള ഒരു തുടക്കം മാത്രമായിട്ട് നിങ്ങൾ ഇതിനെ കരുതിയാൽ മതി. വരും നാളുകളിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലുള്ള അവസരങ്ങളിൽ കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. ഈ മഹാശിവഗിരിയിൽ പരിസരത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് നിരന്തരമായി അവിടെ നടക്കുന്ന പഠനങ്ങൾ, പരിപാടികൾ, ക്ലാസുകൾ ഒക്കെ കൂടാനുള്ള ഭാഗ്യമുള്ളവരാണ്. അങ്ങനെ കൂടി പഠിച്ച് അറിഞ്ഞ് നമുക്ക് ആ ഗുരുവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ 12ാമത് പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ വളരെ സ്നേഹത്തോടെ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ശ്രീ പ്രണവിനോടും ഈ പരിപാടികളെല്ലാം ഇത്ര ഭംഗിയായിട്ട് നടത്തുന്ന ഇതിന്റെ കുടുംബാംഗങ്ങളോടും ഒപ്പം ഇതിൽ സഹകരിക്കാൻ എത്തിയിരിക്കുന്ന ഈ നല്ലവരായ നാട്ടുകാരോടും, എന്നോട് രാവിലെ ശിവഗിരി മഠത്തിലെ അസംഗാനന്ദഗിരി സ്വാമിയെ ഞാൻ കണ്ടു അവിടെ ചെന്നപ്പോഴേ, അപ്പൊ സ്വാമി പറഞ്ഞതെന്നറിയുമോ, നമ്മുടെ ഈ നാട്ടില് നല്ല ഭക്തിയുള്ള ഗുരുഭക്തന്മാരായ കുറെ ആളുകളെ കാണണമെങ്കിൽ ഈ ആണ്ടിക്കോണം കരവാരം ഈ പ്രദേശത്ത് വരണമെന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കൈയടിക്കാം. എന്നുവെച്ചാൽ എന്താണ്, സ്വാമി ഈ ഇവിടെ ജീവിക്കുന്ന ആൾക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവിടെയുള്ള ആൾക്ക് ഒരു നല്ല ഭക്തി ഉണ്ടെന്ന് സ്വാമി എന്നോട് പറയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഓഡിയൻസിനെ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഭക്തി എന്നും കൂടെ ഉണ്ടാവട്ടെ. നമുക്ക് ആ ഭക്തിയിലൂടെ ഗുരുവിലേക്ക് സഞ്ചരിച്ച് ആ മഹത്താം അറിവിൽ അമർന്ന് അതുമാത്രമായി തീരാൻ
സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെ, ഇത്ര നേരം വളരെ സ്നേഹത്തോടെ എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട ശ്രീ അഖിലും അമ്മയും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് അവരോടെല്ലാം ഉള്ള എൻ്റെ സ്നേഹവും അന്വേഷണങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ മഹാഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ആ തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിതയാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഗുരുവിന്റെ കൈ പിടിച്ച് നിങ്ങൾ നടക്കട്ടെ. രാവും പകലും ആ മഹാഗുരു നിങ്ങൾക്ക് കാവലായിട്ടുണ്ടാവട്ടെ. നിങ്ങളുടെ മക്കൾ ഗുരുവിന്റെ വഴിയെ സഞ്ചരിക്കട്ടെ. സ്വന്തം മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലും ശ്രീനാരായണ ഗുരുദേവൻ നിത്യനിതാന്ത ചൈതന്യമായിട്ട് പ്രകാശം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച നിങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ട ഈ 2 ഗുരുനാഥന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എളിയ വാക്കുകൾ സ്വാമി തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വിനീത പ്രണാമം. നാരായണ ഗുരുസ്വാമിൻ ഭഗവാൻ അഘനാശനൻ കാരുണ്യ നിലയൻ നമ്മെ കാത്തുകൊള്ളട്ടെ സർവദാ. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. താങ്ക് യു. ഒരു പ്രഭാഷണം ഇവിടെ അവതരിപ്പിച്ച ബിജു പുളിക്കലയിടത്തിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നാട്ടുകാരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. Mm-hmm.